സീനൂസ് പത്നി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഒരു മരം പരിചയപ്പെടുത്തി തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ ഇലയുണ്ടോ, മാവിൻ്റെ ഇല പോലത്തെ ഒരു ഇലയാണ്. ഇത് നിറച്ച് പൂവായിട്ടുണ്ട്. ഉണ്ടല്ല കിടിലം പൂ. ഞാൻ ഇതിൻ്റെ പൂവ് ഷോർട്സ് ചെയ്തിരുന്നു. ഇത് എന്താണ്, എന്തിൻ്റെ മരമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ആരോ കമൻ്റ് ഇട്ടു പനീർ ചാമ്പയാണ്. പനീർ ചാമ്പ എന്നാണ് അതിൻ്റെ പേര്. ഇതിൻ്റെ കായ് ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ മരത്തിൽ നിറച്ച് പൂത്തിട്ട് കായും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഉണ്ടാവും. അത് ഭക്ഷ്യയോഗ്യമാണെന്നാണ് കണ്ടത്. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ പനീർ ചാമ്പയെ പറ്റി കുറേ ആൾ പറയുന്ന വീഡിയോസ് കണ്ടു. അപ്പോൾ ഞാനതിൻ്റെ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഉണ്ടോ, ഇതിൽ നിറച്ചു ആയിക്കട്ടെ. വെള്ള അടിപൊളി പൂവാണ് ഇത് കാണാൻ. പുഷ്പമേ അതിങ്ക തുങ്ക പദത്തിൽ എത്രയും അങ്ങനെയൊക്കെ പാട്ട് പാടാൻ തോന്നുന്നു. ഇവിടെ വന്ന് ഇരിക്കാൻ നല്ല സുഖമാണ്. ഇവിടെ നല്ല പക്ഷികളും കിളികളൊക്കെ ആയിട്ട് നല്ല തണുപ്പാണ് ഇവിടെ. അപ്പം നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഉണ്ടാ തുറക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു കുരുവുണ്ട്. അടിപൊളി ടേസ്റ്റ് എന്ന് പറയണമെങ്കിൽ വലിയ ഗുണമില്ല ഗൈസ്. വായി വെക്കാൻ കൊള്ളില്ല. പഴുപ്പ് വരുന്ന പറയുന്നത് ഒരു മഞ്ഞ കളറായിട്ട്. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും പിടിച്ചിട്ടില്ല. കണ്ടോ, ചെറിയൊരു ലൈറ്റ് മധുരമായിട്ട് ചവർപ്പ് കലർന്ന ഒരു രുചിയാണ്. വലിയ ടേസ്റ്റൊന്നുമില്ല. ഞാനീ മരത്തിനെ വിട്ടു. ഞാൻ വെച്ചോ കുറേ കായൊക്കെ കായൊക്കെ ആയാൽ പറിച്ച് തന്നാലോ എന്നൊക്കെ വിചാരിച്ചു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പറമ്പാണ്. ഇത് കശുവണ്ടി മാവിൻ്റെ മരമാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറേ വർക്കുണ്ടായിരുന്നു. ഇത് കുറേ ഓല കിട്ടിയിരുന്നു ഞങ്ങൾക്ക്. ഓല ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ വർക്ക്. ഫുൾ ഓല തിരക്കി വെച്ചു. നല്ല ലൈനായിട്ട് തിരക്കി വെച്ചു. ഇനി നല്ല ചെറിയ ചൂട്ട് ഓലച്ചൂട്ടാക്കി കെട്ടിയിട്ട് മഴയാകുമ്പോഴേക്കും നമുക്ക് വിറകല്ല. ഇതൊക്കെ എൻ്റെ ഇന്നത്തെ വർക്കായതല്ല. ഉണ്ടോ, വിറകൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കശുവണ്ടി മരമുണ്ട്. പിന്നെ അവിടെ വേണം വലിയൊരു നാട്ടുമാവാ അത് മേലെ കാണുന്നത്. അതിൽ നിറച്ച് തേന് പോലത്തെ മാങ്ങ ഉണ്ടാവും. ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തൊരു ക്ഷേത്രത്തിൽ ഇന്ന് ഉത്സവമാണ്. രാത്രി പരിപാടികളുണ്ട്. അതിനിടയ്ക്ക് എൻ്റെ കലാപരിപാടിയെല്ലാം തീർത്ത് വെച്ചിട്ട് രാത്രി ഒന്ന് ഇവിടെ പോകണം. വീടിനടുത്തുള്ള വലിയൊരു ഒരേക്കർ പറമ്പാണ്. ഇവിടെ നിന്നാണ് ഞങ്ങളെ പരിപാടികൾ, വിറക് വെക്കൽ, ഇതെല്ലാം പരിപാടി. മരങ്ങളാണ്. ഓക്കെ, ടാറ്റാ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ടാറ്റാ.